welcome back to another video. This will be our last and final video of our US office travel trip. ഒരുപാട് നല്ല മെമ്മറീസും എന്നാൽ കുറച്ച് ബാഡ് മെമ്മറീസും ഒക്കെ ഉണ്ടായ ഒരു വണ്ടർഫുൾ ജേർണി ആയിരുന്നു ഇത്. കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു എനിക്കിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കളറില്ലാത്ത സോ നാളെ രാവിലെയാണ് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് ടുഗെദർ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. സോ റാമിൻ്റെ സ്പെഷ്യൽ സാമ്പാർ സാധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് പിസ്സ ഓർഡർ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അത് ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ റാമിൻ്റെ വക എല്ലാവർക്കും നല്ല ഹെഡ് മസാജ് ഉണ്ടായിരുന്നു. റാം സർട്ടിഫൈഡ് ഇൻ ഹെഡ് മസാജാണ്. അങ്ങനെ ഫൈനൽ ഡേ ഷോപ്പിങ്ങിന് പോവാണ്. കഴിഞ്ഞു. അയ്യോ എന്നാ തടിയൊക്കെ വെച്ച് നോക്ക്. നട്ടുച്ചയ്ക്ക് തണുത്ത് വിറയ്ക്കുന്നു. സോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 2025 ആണ്. സോ ക്രിസ്മസിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ക്രിസ്മസ് റിലേറ്റഡ് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് മോൾസിൽ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ 1-2 മന്ത് മുന്നേ തന്നെ ഇവരെല്ലാ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടോ ഗൈസ്, ഫാമിലി ജക്കൂസിയാന്ന് തോന്നുന്നു. കുറേ പേർക്ക് ഇരിക്കാം. മോഡലാ. ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങിയതായിരുന്നു. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി. സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. 7 കിലോ കൂടി. എനിവേ എല്ലാം പാക്ക് ചെയ്തു. പെട്ടി പാക്ഡ്. ആരുടെ ഈ ഷൂസ് ഞാനിവിടെ കളയാൻ പോവാണ്. സ്പേസ് ഇല്ല. പിന്നെന്താണ്, പെട്ടിക്കവർ കളയുന്നു. ഇതൊക്കെ അലോ ചെയ്യും ദൈവത്തിനറിയാം, കണ്ടറിയണം. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ബാഗിൻ്റെ വെയിറ്റ് 6 വീക്സ് പോയത് അറിഞ്ഞിട്ടില്ല. ബട്ട് എക്സൈറ്റഡ് ടു ഗോ ഹോം. ടൈം ടു സേ ഗുഡ് ബൈ. ബൈ. ഐ മിസ് യു. 40 ഡേയ്സ് ഞാൻ ആദ്യമായിട്ട് ഒരു ഹോട്ടൽ റൂമിൽ നിൽക്കുന്നത്. I'll definitely miss this. Okay. Time to go. എല്ലാം പാക്ക് ചെയ്തു. കുറേ കവർ അതിലൊക്കെ.
സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ ഞാനിതൊന്നും കണ്ടില്ല. ഇതൊക്കെ പിടിച്ചതുകൊണ്ട് ഇതൊക്കെ ഇതിൽ കയറ്റി വെച്ച്. അയ്യോ, എല്ലാം റെഡിയായോ? റാമ ട്രോളിങ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ. എൻ്റെ ജ്യൂസ് വയ്ക്കാൻ സ്ഥലമില്ല. ബൈ ബൈ, ടാ. അപ്പം ശരി, ബൈ ബൈ ടു റൂം 28. ഉന്തടോ. അയ്യോ എവിടെ പോയി ഇരിക്കുന്നു? വേറൊരു വണ്ടി റോഡിൽ. ഓക്കെ, എല്ലാവരും പോവാണ്. ദേവി പോയി. ലഗേജ് ഉള്ളതുകൊണ്ട് എല്ലാവരും സെപ്പറേറ്റ് ക്യാബ്. അങ്ങനെ എൻ്റെ ക്യാബ് വന്നു. ക്യാബിൽ കയറി. ക്യാബിൻ്റെ അകത്തൊരു അഫ്ഗാനിസ്ഥാൻ ചേട്ടനായിരുന്നു. ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഷട്ടിൽ ബസ് സർവീസ് ആൽബനി എയർപോർട്ടിൽ നിന്നാണ്. സോ നമുക്ക് ആദ്യം ആൽബനി എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് വേണം ബസ് കയറി ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അയ്യോ, അങ്ങനെ നമ്മൾ ആൽബനി എയർപോർട്ടിലേക്ക് ഇരിക്കുകയാണ്. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തണുത്ത് വിറയ്ക്കുന്നു. ഗ്ലൗസ് വേണമായിരുന്നു. കൈയെല്ലാം നമ്മുടെ പ്രീമിയം ട്രാൻസ്പോർട്ട് വരികയാണ്. ഇതൊക്കെ അതിൽ കയറണം. കയറവോ നല്ല എടുത്ത്. അതാ വേണ്ട. അയ്യോ, അത് ഭയങ്കര കൺജസ്റ്റഡ് ആണോ? അയ്യോ, this is very small, right? ഓ, ഇതിൻ്റെ അകത്ത് ചൂടാട്ടോ അല്ലേ? Going home. Anna, we are going home. Yay! Everyone are happy. Anna, we are going home. Yeah. പച്ച കിട്ടി. പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച. നമ്മൾ ബ്രേക്ക് എടുക്കാൻ നമ്മളിവിടുന്ന് പാൻഡ എക്സ്പ്രസ് നിന്ന് ഫുഡ് അയച്ചു.
എൻ്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഇല്ലെങ്കിലും ആ ഫുഡ് നല്ല ഫുഡായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റ് അടിച്ചു. ഇത്രയും 40 ദിവസമായിട്ട് ആ ഫുഡ് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 4 hours ഒക്കെ എടുത്തായിരുന്നു നമുക്ക് ആൽബനിയിൽ നിന്ന് ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക്. ഈവനിങ് 5:30 അങ്ങാനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ജർമ്മനിയിലോട്ട്. പിന്നെ ജർമ്മനിയിൽ നിന്ന് നേരെ ബാംഗ്ലൂരേക്കാണ്. നമ്മൾ വന്ന പോലെ തന്നെയാണ് നമ്മുടെ തിരിച്ചും പോകുന്നത്. ഇമിഗ്രേഷൻ കഴിഞ്ഞു. അയ്യോ, നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ടൊന്നും പോലെ അധികം നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മുടെ ബോർഡിങ് ചെയ്യേണ്ട സ്ഥലമായിരുന്നു. സോ അവിടെ നിന്ന് ഒരു മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഭാഗമാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡിന്നർ സെർവ് ചെയ്തു. ഞാൻ ചൂസ് ചെയ്തത് നോൺ വെജ് ഓപ്ഷനാണ്. സോ എനിക്ക് കിട്ടിയത് ഗ്രിൽഡ് ചിക്കനും റൈസും ഒക്കെ കൂടി, പിന്നെ ഒരു സ്വീറ്റ് കോൺ സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിന് ഒരു ചോക്ലേറ്റ് മൂസ് ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ആവാനായിരിക്കുകയാണ്, ജർമ്മനിയിലോട്ട് എത്താനായിരിക്കുകയാണ്. ചീസുകളുടെ നാടായ ജർമ്മനിയിൽ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് മീലായിട്ട് കിട്ടിയത് കുറേ ചീസും 2 സ്ലൈസ് ഓഫ് ബീഫും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആയിരുന്നു.
അങ്ങനെ ഒരു 8-9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. മ്യൂണിക് എയർപോർട്ടിലാണ് എത്തിയത്. ഇവിടെ നിന്ന് ഒരു 4 hours ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ജർമ്മനിയിലേക്ക് വന്ന ലുഫ്താൻസയുടെ A380 ഡബിൾ ഡെക്കർ എയർക്രാഫ്റ്റ്. ടൈം സോൺ ചേഞ്ച് കാരണം ആകെ വട്ട് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ന്യൂയോർക്കിലൊരു ടൈം, ജർമ്മനിയിലെത്തിയപ്പോൾ വേറെ ടൈം, ഇങ്ങനെ ഇന്ത്യയിലെത്താൻ പോകുമ്പോൾ വേറെ ടൈം, ആകെ കൂടെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ വട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാൻ സമയമായി. മ്യൂണിക്കിൽ നിന്ന് നേരെ ബാംഗ്ലൂരേക്കുള്ള ഫ്ലൈറ്റാണത്. സോ ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീൽ എന്ന് പറയുന്നത് ബട്ടർ ചിക്കനും റൈസൊക്കെ കൂടിയിട്ടുള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ ചിക്കൻ ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ, പിന്നെ സാലഡ്, പിക്കിൾ, യോഗേർട്ട്, പിന്നെ എപ്പോഴും തരുന്ന ബണ്ണ്, അതൊക്കെയായിരുന്നു. അടിപൊളി മീലായിരുന്നു. ഫുഡ് കഴിച്ച് ഒരു 2 മണിക്കൂർ എങ്ങാനും കുറച്ച് കിടന്നുറങ്ങി. പിന്നെ കുറച്ച് സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എത്താനായി. നമ്മുടെ സെക്കൻഡ് മീലും കൊണ്ടുവന്നു തന്നു. രണ്ടാമത്തെ മീലും അത്യാവശ്യം ഹെവി മീലായിരുന്നു. ടെറിയാക്കി ചിക്കൻ, റൈസ്, പിന്നെ സാലഡ്സ് ഒക്കെ ആയിട്ട് അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വഴിയാണ് വരുന്നത്. അങ്ങനെ ഇന്ത്യൻ ടൈം ഒരു 12-12:30 ആയപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി സീലൊക്കെ വെച്ച് നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി വീട്ടിൽ പോയി. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ US ട്രാവൽ വീഡിയോസൊക്കെ ഇവിടെ തീരുവാണ്. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ട്രാവൽ വീഡിയോസൊക്കെ വരാൻ പോകുന്നുണ്ട്. സോ if you're watching my videos, please do subscribe to see more of my videos. ഇപ്പോൾ നമുക്ക് 61 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. 10 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ തുടങ്ങിയതാണ്. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ.